യുദ്ധം എപ്പോഴും നാശവും നഷ്ടങ്ങളുമാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഒരു ദേശത്തെ പ്രതിസന്ധി മറ്റൊരു ദേശത്തിന് വലിയ സാമ്പത്തിക അവസരങ്ങളായി മാറാറുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ സങ്കീർണമാകുമ്പോൾ ലോകത്തെ വമ്പൻ ടെക് കമ്പനികൾ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തായ ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. ലോകത്തെ പ്രധാന ക്ലൗഡ് സേവന ദാതാക്കളായ ആമസോൺ വെബ് സർവീസും മൈക്രോസോഫ്റ്റ് അസൂറും തങ്ങളുടെ പശ്ചിമേഷ്യയിലെ ഡാറ്റാ സെന്റർ വർക്ക് നോഡുകൾ ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതിനായി മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് ഒപ്പം നമ്മുടെ സ്വന്തം കൊച്ചി എന്നീ നഗരങ്ങളെയാണ് അവർ പ്രധാനമായും പരിഗണിക്കുന്നത്. ബാങ്കിംഗ് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഡാറ്റകൾ യാതൊരു കാലതാമസവും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ ഇവയാണെന്നാണ് കമ്പനികളുടെ വിലയിരുത്തൽ. പെട്ടെന്നുള്ള ഈ ഒരു കൂടുമാറ്റത്തിന് പിന്നിലെ കാരണം പശ്ചിമേഷ്യയിലെ അരക്ഷിതാവസ്ഥ തന്നെയാണ്. അടുത്തിടെ അവിടുത്തെ ചില ഡാറ്റാ സെന്ററുകൾ ലക്ഷ്യമാക്കി നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ വലിയ ആശങ്കയാണ് ആഗോളതലത്തിൽ സൃഷ്ടിച്ചത്. ആക്രമണങ്ങളിൽ ബാങ്കിംഗ് ആപ്പുകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും വിമാനത്താവളങ്ങളെയും ഓഹരി വിപണിയും അത് സാരമായി ബാധിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കുന്ന ഇത്തരം ഡിജിറ്റൽ തടസ്സങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആഗോള കമ്പനികൾ. സുരക്ഷിതമായ ഒരിടം തേടിയുള്ള അവരുടെ അന്വേഷണം അവസാനിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിലാണ്. തായ്ലാന്റും ഇന്തോനേഷ്യയും പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായ ഭൂമിയുടെയും ഊർജ്ജ സ്രോതസ്സുകളുടെയും ലഭ്യതക്കുറവ് അവിടെ അവർക്ക് തിരിച്ചടിയായി. ഇതോടെ ഈ മാറ്റം ഇന്ത്യയിൽ വൻ നിക്ഷേപമാണ് കൊണ്ടുവരാൻ പോകുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, അദാനി ഗ്രൂപ്പ്, ടാറ്റ, L&T തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിലെ ഡാറ്റാ സെന്റർ വികസനത്തിനായി 27,000 കോടി ഡോളറിന്റെ വമ്പൻ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യമൊക്കെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ മാറ്റം ഒരു താൽക്കാലിക നടപടിയാണെന്ന് കരുതിയെങ്കിലും ആഗോള കമ്പനികൾ ഇപ്പോൾ ഇതിനെ ദീർഘകാല നിക്ഷേപമായാണ് കാണുന്നത്. ചുരുക്കത്തിൽ ലോകം ഭൗമരാഷ്ട്രീയ അസ്ഥിരതകളിലേക്ക് നീങ്ങുമ്പോൾ, പശ്ചിമേഷ്യ അങ്ങനെ നീങ്ങുമ്പോൾ സമാധാനപരവും സുരക്ഷിതപരവുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ കോട്ടയായി ഇന്ത്യ മാറുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വപ്നങ്ങൾക്ക് അത് പുതിയ ചിറകുകൾ നൽകുന്നു. ലോകത്തിന്റെ ഡാറ്റ ഇനി ഇന്ത്യയുടെ സുരക്ഷിത കരങ്ങളിൽ ഭദ്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.